യുവകവി ജിബിൽ പെരേരയുടെ സിലബസ് എന്ന കവിതാ സമാഹാരത്തിലെ മരിച്ചവന്റെ വീട്ടിൽ പോയപ്പോൾ എന്ന കവിതയാണ് ഞാനിവിടെ അവതരിപ്പിക്കുവാൻ പോകുന്നത്. സോഷ്യൽ മീഡിയയിലും സാഹിത്യ ചർച്ചകളിലും ഏറെ ശ്രദ്ധ നേടിയ ഈ കവിത ഓരോ മരണവീട്ടിലെയും ദുഃഖമുറയുന്ന കാഴ്ചകളാണ് നൽകുന്നത്. മരണവീട്ടിലെ ഓർമ്മകൾ പോലും വേദനിപ്പിക്കുന്നതാണ്. ഹൃദയസ്പർശിയായ വരികളാൽ ആ വീടിന്റെ വാങ്മയ ചിത്രം വരയ്ക്കുകയാണ് കവി ഈ കവിതയിൽ. മരിച്ചിട്ടും ആ വീട് വിട്ടു പോകാതെ നിൽക്കുന്നതുപോലെ പരേതന്റെ സാന്നിധ്യം കവി അവിടെ അനുഭവിക്കുന്നു. ആ വ്യക്തിയെ തേടി കവിക്കൊപ്പം വായനക്കാരും സഞ്ചരിക്കുകയാണ്. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ബാക്കി വെച്ച് മരണം കൈവരിക്കേണ്ടി വന്നവന്റെ വേദനയിൽ വായനക്കാരും പുളഞ്ഞു നീറുന്നു. അത്യധികം വൈകാരികതയോടെ കവിത അവസാനിപ്പിക്കുമ്പോഴേക്കും ആ വീടും മരണപ്പെട്ട വ്യക്തിയും നമ്മുടെ ഹൃദയത്തിൽ നോവുണർത്തുന്ന വായനാനുഭവമാകുന്നു. പരേതനും പരേതന്റെ വീട്ടുകാരും വീടും എല്ലാം വായനക്കാരുടെ മനസ്സിൽ ഇടം നേടുന്ന വിധത്തിൽ റിയലിസ്റ്റിക്കായ രചനാശൈലിയാണ് കവി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് പോയി വരാം ആ പരേതന്റെ വീട് വരെ ഈ കവിതയിലൂടെ. മരിച്ചവന്റെ വീട്ടിൽ പോയപ്പോൾ ഒരു അനുശോചനം അറിയിക്കാൻ മരിച്ചവന്റെ വീട്ടിലേക്ക് ഇന്നലെയാണ് പോയത്. ചെന്ന് കയറിയപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ ഉമ്മറപ്പടിയാണ് പറഞ്ഞത് കടം തിരിച്ചു ചോദിക്കാനാണേൽ കയറേണ്ടതില്ലെന്ന്. മുറ്റത്ത് പൂവിട്ടു തുടങ്ങിയ ചാമ്പമരം പറഞ്ഞു സ്വപ്നങ്ങൾ ഒരുപാട് കാണുന്ന ആളായിരുന്നെന്ന്. മനോഹരമായി ചിരിക്കാറുണ്ടായിരുന്നെന്ന് തൊടിയിൽ പടർന്നു പന്തലിച്ച മുല്ലയാണ് പറഞ്ഞത്. കുളിക്കാതെ ജട കയറി അഴിച്ചിട്ട ഭാര്യയുടെ മുടിയിൽ നിന്ന് മരിച്ചവന്റെ മണം പോയിരുന്നില്ല. മുത്തശ്ശിയുടെ കാലിയായ മുറുക്കാൻ പെട്ടിയിലും തുപ്പൽ തൊടാത്ത കോളാമ്പിയിലും ആ മരണത്തിന്റെ ശൂന്യത നിറഞ്ഞു കാണാം. 6 വയസ്സുകാരൻ ചെക്കന്റെ കണ്ണിൽ മരിച്ചവൻ കടലായി ഉറങ്ങുന്നുണ്ടായിരുന്നു. മരിച്ചയാൾ മൃഗസ്നേഹിയായിരുന്നെന്ന് അടുക്കളപ്പുറത്ത് തേങ്ങാപ്പൂള് തിന്നാൻ വന്ന ഒരണ്ണാറ കണ്ണനാണ് പറഞ്ഞത്. കവിത എഴുതുമായിരുന്നുവെന്ന് കണ്ടെത്തിയത് മേൽക്കൂരയിൽ നിന്ന് രാത്രി നൂഴ്ന്നിറങ്ങി പുസ്തകത്താളിൽ പായ വിരിച്ചുറങ്ങിയ ഒരു മഴത്തുള്ളിയായിരുന്നു. മരിച്ചവന്റെ അവസാന ശ്വാസം ആവാഹിച്ച പോലെ ഒരു ബീഡിക്കുറ്റി തറയിൽ തണുത്തു കിടക്കുന്നുണ്ടായിരുന്നു. മരിച്ചിട്ടും മരിച്ചവൻ വീട് വിട്ടു പോയിരുന്നില്ല. വേലി കെട്ടാൻ കൂട്ടിയിട്ട കൊന്നപ്പത്തലിന്റെ മുളകളിൽ, പുതിയ വീടിന്റെ പണിക്ക് അടുക്കി വെച്ച തറക്കല്ലുകളിൽ, കടങ്ങളും സ്വപ്നങ്ങളും കൂട്ടിയും കുറച്ചും എഴുതിയ ഡയറിക്കുറിപ്പുകളിൽ, തലേന്ന് പ്രീതമയ്ക്കേകിയ കഴുത്തിലെ ചൂടുള്ള ഒരു ചുംബനത്തിന്റെ നനവിൽ, മകന് പലഹാരം വാങ്ങിക്കൊണ്ടുവന്ന പേപ്പറിലെ എണ്ണപ്പടർപ്പിൽ, തലയണയ്ക്കടിയിൽ തിരികെ വെച്ച പൂർത്തിയാകാത്ത 2 വരി കവിതയിൽ, അങ്ങനെ അങ്ങനെ പലയിടത്തും മരിച്ചവൻ തിരിച്ചു പോകാതെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആരോടും അനുശോചനം പറഞ്ഞില്ല. കാരണം ഇവിടെ ജീവനുള്ളവരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല.